ആലോചിച്ചിരിക്കണേ? അങ്ങനെ അമർത്തിക്കാളിയത് ഇതിപ്പോ ചെസ് ഒന്നല്ലോ. കുത്തി കുത്തി കളിച്ചുടി പഠിത്തോ നമ്മളെ കൂടിയാട്ടോ. കാലം പോയൊരു പോക്കേ പോയാ. പണ്ട് നമ്മൾ ഈ നിര കളിച്ചിരുന്നതാണ്. ഇപ്പൊ ഈ മൊബൈലായി കളി. നമ്മടെ സിനിമാ നടൻ ജീപ്പും തള്ളി വരണ്ടല്ലോ. സിനിമയിൽ അഭിനയിച്ച കാര്യം പറഞ്ഞത് ഒന്നല്ല, സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒരു മാസം പോയിട്ട് പ്രമാണമൊക്കെ ഉണ്ടല്ലോ. 45 ദിവസം ബിഗ് ബഡ്ജറ്റ്. വയനാട് വനത്തിനുള്ളില്. വേഷം ഈ ചാക്കെല്ലാം ചുറ്റിട്ട് പിന്നെ ഇരുട്ടത്താ, രാത്രിയിലാ. അല്ലല്ല, കാട്ടുവാസിയല്ല, ഒളിപ്പോരാളിയാ. മുഖംമൂടിയൊക്കെ വെച്ചിട്ട് നായകനുമായിട്ടുള്ള യുദ്ധമാണേ. അല്ലട ചങ്ങ, ഇപ്പൊ ഈ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് അഭിനയിച്ച അന്നപ്പ എങ്ങനെ ഞങ്ങൾ തിരിച്ചറിയാ? അത് എളുപ്പമാണേ. ഈ നായകൻ ഇങ്ങനെ വെടിവെക്കാൻ വരുമല്ലോ, തോക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോഴേക്ക് ഞാൻ വിളിക്കും, രക്ഷിക്കടേ 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 3 വിളി. അത് കഴിഞ്ഞ് വെടി കൊള്ളും. വെടി കൊണ്ട് കഴിഞ്ഞിട്ടൊരു വിളിയുണ്ട്, അത് എന്റെ വിളിയാണ്. അത് ശരി. ഇപ്പൊ ആ വിളി കേട്ടിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചറിയണം. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ടിട്ടുണ്ടേ. ആര് തല്ലുണ്ട്, എവിടെ തല്ലുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. വേണ്ടാത്ത എടാ ചങ്ങായി, ഇതിപ്പോ ഇതിന്റെ പിന്നാലെ നടന്ന എനിക്ക് കൊല്ലും കിട്ടുവോ? പിന്നെ 3 നേരം 3 നേരം കായ് കിട്ടുവോ? കായില്ല, ഭക്ഷണം കിട്ടും. ഭക്ഷണത്തിനപ്പൊ ഈ വയനാട് വരെ കുത്തി കെട്ടി പോയത് അപ്പൊ എന്റെ കുടുംബത്തിന്ന് കിട്ടൂലേ? എന്താ പറയുമ്പോ കൊയക്ക നമ്മൾ ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ നടന്നാലേ ഭാവിയിൽ ഒരു നല്ല വേഷം കിട്ടൂലേ. ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ട് മരിക്കണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഇതിനെ മരിക്കണ പോയാ പിന്നെ അല്ലേ ജീവിക്കേണ്ടത്? അതായത് എന്തരാട്ട വൈപ്പിലുള്ളല്ലേ? ഇല്ല, രാവിലെ ഇല്ലാന്ന്. ഈ ഒരു അത്യാവശ്യം വരുമ്പോ കറണ്ടും ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല. ബാത്റൂമിലേക്കൊക്കെ പോണേറ്റുമ്പോ വെള്ളം കോരി വെക്കണേ. അല്ല, നമ്മളെ മണ്ടുവിന്റെ വീഡിയോ ഇറങ്ങിയല്ലോ. ഏത് മണ്ടുന്റെ? നമ്മളെ സുഗതന്റെ ഓള് മണ്ടുവിന്റെ ഓളുടെ വീഡിയോ ഇറങ്ങിയോ? അതെ, ഇത് ഇറങ്ങാൻ വൈകിപ്പോയി. ഞാൻ ആലോചിക്കരുത് എന്താ എവളുടെ വീഡിയോ ഇറങ്ങാൻ വൈകിയെന്ന്. ആൾ ശരിയല്ല. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയില്ല കേട്ടാ. എന്ത് ഏടാ ചങ്ങ, ഈ സിനിമാക്കാരുടെ വർത്താനം ഇവിടെ പറയരുത് കേട്ടോ. എന്തുണ്ടായി? ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ചിരുന്നു. ഞാൻ പറഞ്ഞ എന്ത് പറ്റില്ല, അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്കറിയാം ഇതുപോലെ ഇടങ്ങേറാവും. അല്ലാണ്ട് വേറൊന്നുമില്ല. നിങ്ങൾ അതീത് പറഞ്ഞോണ്ടിരിക്കാതെ വീഡിയോ കാണിക്കില്ല. എന്തിനായിട്ടാ ഞങ്ങളിട്ടിട്ട് പോയത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതോളം ഒറ്റയ്ക്കുള്ളൂ. എന്നെ പറ്റി ഓർത്തില്ലെങ്കിലും നമ്മുടെ മക്കളെ പറ്റിയെങ്കിലും ഓർക്കായിരുന്നില്ലേ? എന്റെ ഓപ്പറേഷന്റെ മുമ്പ് ഏട്ടനെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരും ഉണ്ടാവൂല ഏട്ടാ. ഏട്ടൻ പെട്ടെന്ന് തിരിച്ചു വരണം. എന്താ കഥ? അപ്പൊ സുഗത ഇട്ടേച്ച് പോയി കഴിഞ്ഞു. അല്ല, 2 മക്കളുള്ളൊരു കുടുംബം ആലോചിക്കണ്ടോ? ഈ പോയി വയ്യാണ്ടാവുമ്പോഴാ ജാതി പണി കാണിക്കുക. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇത് സുഗതനെ കണ്ടുപിടിക്കണം. നാടിന് മോശമല്ലേ? അത് മാത്രല്ല, ഓപ്പം എന്താ വിചാരിച്ച ഇപ്പൊ വരുന്നപ്പോ നമ്മള് നാട്ടുകാർ നോക്കണം ചേട്ടാ പോയേക്കണേ. അത് നടക്കൂല. നമുക്ക് കരയിലൊന്നും പോവുക. ആ സുഗതനെ കണ്ടെത്തി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ല, ഇപ്പൊ ഈ വേഷത്തിലാണ്ട് വരാൻ നിൽക്കുക. ഇതുപോലെ കല്യാണം കൂടിച്ചല്ലേ വിചാരിക്കാൻ. അതെ, സിനിമാക്കാര് സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടണമെന്നാണ്. അവിടെ വേഷം പ്രശ്നമല്ല. കാര്യം നടത്തിക്കോട്ടെ. ഒരു സിനിമാക്കാരന്റെ പെട്ടി പിടിക്കണത് അഭിമാനമാണ്. ബെല്ലടിക്ക്. നിങ്ങളാ വാതിലും തട്ടിയോ കണ്ണി ബെല്ലടിക്ക്. കറണ്ടില്ലെന്നോ?
ഇല്ല മണ്ടോ അല്ല കടുകൈ കാണിച്ചിട്ടുണ്ടാവോ? ഏയ് അത് ആവശ്യമില്ലാത്ത പറഞ്ഞല്ലേ ഞങ്ങൾ കറിഞ്ഞ് തളർന്ന് കിടക്കേക്കും ചിലപ്പോ മണ്ടോ മണ്ടോ. പക്ഷെ എന്തൊരു അതെ കാര്യം റബ്ബേ. ഈ സുഗതനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. ആളിലെന്തോ ചെറിയ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്കൊരു വിവരം അടക്കി കിട്ടിയിരുന്നു. അല്ല അപ്പൊ അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്ത് പണിയാ കാട്ടുന്നത് ഇവൻ? ഓനപ്പോ കൈമ കിട്ടണ്ട ചവിട്ടി കൂട്ടുക വേണ്ടി തല്ലിയിട്ട് കാര്യമില്ല. അല്ല ഇത് സുഖമില്ലാത്തൊരു കൂട്ടി. ഞാൻ എനിക്ക് വിഷമം എന്താ വെച്ചാല് സുഖമില്ലാണ്ടാവുമ്പോ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്. നല്ല മോശമാണ്. കാര്യമാണ്. ഓനെ ഇനി കയ്യിലായിട്ട് കിട്ടിയ ഇഞ്ചു കൊത്തു കൊത്തുറാവനെ വിടരുതാണേ. എന്താ നിന്റെ കയ്യിലിരിപ്പ്? എല്ലാവരും ഇങ്ങോട്ട് തല്ലിട്. മണ്ടേ അല്ല ഈ പെണ്ണ് ഇനി വീട്ടിലേക്കാറ്റ പോയി. പകേനതാ വന്നിക്കണ്. ഓനോടും ഓനോടും എന്താ അറിയില്ല മണ്ടോ, വഴിയിൽ വെച്ച് കാണുന്നവരൊക്കെ തല്ലണു. ഇവിടെ വന്നപ്പോ ഇവരും കൂട്ടായി കൂടി നിന്നിട്ട് തല്ലണു. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം? അല്ല ഇയല്ലേ പറഞ്ഞ ഓനെന്നെ ഉപേക്ഷിച്ചു എനിക്ക് സുഖമില്ലാന്നൊക്കെ. ആര് ഉപേക്ഷിച്ചു? ദേ നിക്കണല്ലേ എന്റെ ഭർത്താവ്. അതെ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പക്കാരിയാ. വീട്ടിൽ അനാവശ്യം പറയരുത്. കണ്ടില്ലേ ഏട്ടാ, ഞാൻ പറഞ്ഞത്? എന്ത് കുഴപ്പമാണ് ചെയ്ത്? അല്ല അപ്പൊ നമ്മള് വീഡിയോ കണ്ടതോ? എന്ത് വീഡിയോ എടുത്താൻ കണ്ടത്? വീഡിയോയിൽ ഈ പറഞ്ഞ് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയി, കുട്ടികൾ ഉപേക്ഷിച്ച് പോയി, സുഖമില്ലാത്ത എന്നെ ഉപേക്ഷിച്ച് പോയി നമ്മള് കണ്ടല്ലോ. എന്താ മണ്ടോ നീ കാണിച്ച്? അയ്യതാ ഇത് ഞാന് ടിക്ടോക്കിൽ അഭിനയിച്ചില്ലേ? ടിക്ടോക്കിൽ അഭിനയിച്ചില്ലേ ഏട്ടാ? അത് കണ്ടിട്ട് പൊട്ടന്മാര് വന്നേക്കോ വഴക്കുണ്ടാക്കാൻ. ടിക്ടോക്കോ? ഇപ്പൊ എന്തായി? ഇപ്പൊ നമ്മള് ഒട്ടന്മാരായി. ഓളുടെ ഒക്കെ കാര്യത്തിൽ ഇടപെടാൻ വന്ന നമ്മള് ഒട്ടന്മാരായി. ഞാൻ പറഞ്ഞല്ലോ ഇത് എന്ത് ടിക്ടോക്കാ കുത്തിയത്? ഇത് ആരോടെ പറയണേ? അതായത് ഈ ഫോണിൽ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അഭിനയിക്കാം, പാട്ടിന്റെ കൂടെയൊക്കെ അഭിനയിക്കാം. പക്ഷെ നമ്മളിത് ഫേസ്ബുക്കിലാണല്ലോ കണ്ടത്. അങ്ങനെയാ? അതിപ്പം നല്ല ടിക്ടോക്ക് കണ്ട ആൾക്കാർ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഷെയർ ചെയ്യും. എനിക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടാ. അതുകൊണ്ടാ. ഇപ്പൊ ഇത് അഭിനയിച്ചാണ്. പിന്നെ അല്ലാതെ എനിക്ക് എന്താ ഭ്രാന്തുണ്ട്? എന്റെ പണി ഇന്ന് നിർത്തിക്കോ. ഓളാണ് ഇവിടുത്തെ ഈ നാട്ടിലത്തെ നടി. ഈ ഞാൻ അഭിനയിക്കട്ടെ. അതെ എന്താ പേര്? പേര് മണ്ടു. അതെ അതല്ല മറ്റേ അഭിനയിക്കുന്ന സമ്പ്രദായത്തിന്റെ പേര് എന്തെന്ന് പറഞ്ഞേ? ടിക്ടോക്ക്. സുഗത ഞങ്ങൾക്കറിയില്ലോ ഇച്ചാത് ടിക്ടോക്ക് ഒക്കെ ഉണ്ടെന്ന്. നിങ്ങൾ അവിടെ ഇവിടെ ഓരോന്ന് കണ്ടിട്ട് സത്യമാണെന്ന് അറിയേണ്ട ബാക്കിയുള്ള നെഞ്ചത്ത് കയറിയില്ല. ഇറങ്ങി പോരാണ്. ഇവന്നല്ല ഇപ്പൊ നിങ്ങളോട് താമസിക്കാൻ വന്നോണ്ടാ. ഒരു കാര്യത്തിന് ഇടപെടാൻ പറ്റാത്ത കാലാണ്. ബാഗ് പോരെ അങ്ങായി മറിമായം